തദ്ദേശ തെരഞ്ഞെടുപ്പിലെ കനത്ത പരാജയത്തിന് പിന്നാലെ മുന്നണി യോഗം വിളിച്ച LDF നാളെ CPM CPI നേതൃയോഗം ചേരും. മറ്റന്നാൾ LDF യോഗവും ചേരും. തിരുത്തലുകൾ വേണമെന്നുള്ള CPIയുടെ അഭിപ്രായം പരിഗണിക്കും. തിരിച്ചടിയുടെ കാരണവും വിശദമായി പരിശോധിക്കും. കൂടുതൽ വിവരങ്ങളുമായി ദിസ്ന സുരേഷ് ഒരിക്കൽ കൂടി ചേർന്നുണ്ട്. ദിസ്ന, എന്തായാലും CPMനേറ്റ കനത്ത പരാജയം അത് LDFൽ കൂടുതൽ ഭിന്നതകൾക്ക് വഴിവെക്കുന്നു എന്നുള്ളൊരു കാര്യം കൂടി നിലനിൽക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഇനിയും ചില കൊഴിഞ്ഞു പോക്കുകൾ പ്രതീക്ഷിക്കേണ്ടതല്ലേ? തീർച്ചയായും വിഷ്ണു സൂചിപ്പിച്ചതുപോലെ തന്നെ പല ഘട്ടത്തിലും CPM CPI വാക്പോരൊക്കെ തന്നെ നമ്മൾ കണ്ടതാണ്. PM ശ്രീ വിഷയത്തിൽ ഉൾപ്പെടെ അത് ജനങ്ങൾക്ക് കണ്ണിൽ പൊടിയിടുവാനാണോ എന്നത് നമ്മൾ സംശയിച്ചതാണ്. എന്തായാലും ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് പരാജയത്തിന് പിന്നാലെ CPM CPI നേതൃയോഗം, ഇടതുമുന്നണി അത്തരത്തിലൊരു നേതൃയോഗം വിളിച്ചു ചേർത്തിരിക്കുകയാണ്. CPM സംസ്ഥാന എക്സിക്യൂട്ടീവ് LDFിൻ്റെ യോഗം എന്ന് പറയുന്നത് അത് ചൊവ്വാഴ്ചയാണ് നടക്കുന്നത്. CPMൻ്റെയും CPIയുടെയും യോഗമാണ് പ്രധാനമായും നാളെ നടക്കുക എന്നത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. MV ഗോവിന്ദൻ ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ പങ്കെടുത്തുകൊണ്ടായിരിക്കും ഈ യോഗം ചേരുക. അതോടൊപ്പം തന്നെ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ എവിടെയാണ് കാലിടറിയത് എന്നതടക്കമുള്ള പരിശോധനകൾ നടത്തുമെന്നത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വിഷ്ണു നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ CPIയുടെ ചില അഭിപ്രായങ്ങൾ ഇനി പാർട്ടി അല്ലെങ്കിൽ കൂടിയാലോചിച്ച് അത്തരത്തിലുള്ള അഭിപ്രായങ്ങളൊക്കെ തന്നെയും പരിഗണനയിൽ എടുക്കുമെന്നത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും പല നേതാക്കന്മാരുടെയും ഭിന്നാഭിപ്രായങ്ങളൊക്കെ തന്നെയും നമ്മൾ കണ്ടതാണ്. അതൊക്കെ തന്നെ തദ്ദേശ തിരഞ്ഞെടുപ്പുകളിൽ വലിയ രീതിയിലുള്ള ചർച്ചയായി മാറിയിരുന്നു. ആ ചർച്ചയൊക്കെ തന്നെയും ജനങ്ങളുടെ വോട്ടെണ്ണലിൽ അല്ലെങ്കിൽ ഇത്തരത്തിലൊരു തദ്ദേശ തിരഞ്ഞെടുപ്പിലൂടെ പ്രതിഫലിച്ചു എന്ന വിലയിരുത്തലാണ് ഉണ്ടായത്. പ്രധാനമായും സ്വർണ്ണക്കൊള്ള വിഷയമാണ് വിഷ്ണു നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ജനങ്ങൾക്കിടയിൽ ഇത്തരത്തിലൊരു വിധി മാറ്റുവാൻ സാധിച്ചത് എന്നത് തന്നെയാണ് നമ്മൾ പറയേണ്ടത്. അതായത് അയ്യപ്പനെ കൊള്ളയടിക്കുന്ന ഭരണം ഇനി തങ്ങൾക്ക് വേണ്ട എന്ന തീരുമാനത്തിലേക്ക് ജനങ്ങൾ എത്തി എന്നത് തന്നെയാണ്. അതിന്റെ ആദ്യഘട്ട ഫലസൂചനയാണ് തിരുവനന്തപുരം എന്നത് തന്നെയാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. ആ വിഷയത്തിൽ ഉൾപ്പെടെ പാർട്ടിക്ക് വീഴ്ച സംഭവിച്ചോ എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിക്കും. LDFിന്റെ യോഗം, നേതൃയോഗം ചൊവ്വാഴ്ച നടക്കും എന്നത് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. CPM CPI യോഗങ്ങളാണ് നാളെ ചേരുക. അതോടൊപ്പം തന്നെ ഏതൊക്കെ കേന്ദ്രങ്ങളിൽ, പ്രധാനമായും ഈ CPMന്റെ ഇടതുപക്ഷ കോട്ടയിലൊക്കെ തന്നെയും BJP വലിയ വിജയമാണ് കൈവരിച്ചിരിക്കുന്നത്. അവിടെയൊക്കെ എങ്ങനെയാണ് വോട്ട് ചോർന്നത് അല്ലെങ്കിൽ വോട്ട് മാറിയത് എന്നുള്ള വിശകലനം നടക്കുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ ആര്യ രാജേന്ദ്രനെതിരെയുള്ള പരാമർശങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചർച്ചയാവുമെന്നത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തന്നെയാണ് എന്തായാലും പരാജയത്തിന്റെ കാരണം വിശദമായി അന്വേഷിക്കാൻ ഒരുങ്ങുകയാണ് LDF എന്നുള്ളത്. എന്തായാലും നേതൃയോഗങ്ങൾ നടക്കാനിരിക്കുന്നു. വരും മണിക്കൂറിൽ അത് സംബന്ധിച്ച് കൂടുതൽ അപ്ഡേറ്റുകളും നമുക്ക് പ്രതീക്ഷിക്കാം. ദിസ്ന സുരേഷാണ് വിവരങ്ങൾ നൽകിയത്.